നമ്മുടെ ബേക്കിംഗ് സോഡയുടെ ഉപയോഗങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. കണ്ടോ, ഞാനിപ്പോൾ ഒരു എത്ര പൗണ്ടിൻ്റെ ആണെന്ന് നോക്കട്ടെ. ഞാനൊരു വലിയൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും പൗണ്ട് 13.5 പൗണ്ടാണ് ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് കോസ്കോയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. $10. എന്തെല്ലാം ഉപയോഗത്തിന് നമുക്ക് ഈ ബേക്കിംഗ് സോഡ കൊണ്ട് ഉപയോഗിക്കാമെന്നറിയാമല്ലോ കേട്ടോ. ഞാൻ ഈ അടുത്തിടയ്ക്കാണ് ഈ ബേക്കിംഗ് സോഡ ഇത്രയും യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പാത്രങ്ങൾ നമ്മുടെ വെട്ടിത്തിളങ്ങും. നമ്മുടെ ബേക്കിംഗ് സോഡയ്ക്കകത്ത് സ്വല്പം ഷുഗറും കൂടി ഇട്ട് കഴിയാൽ, ഷുഗർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആദ്യം ബേക്കിംഗ് ഒരു സ്വല്പം ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ സോപ്പും കൂടെ ചേർത്തൊന്ന് കഴിയാൽ ഏത് സ്റ്റീൽ പാത്രങ്ങളും നമ്മളെ വെട്ടിത്തിളങ്ങുന്ന രീതിയിലായി കിട്ടും. അതാണ് ബേക്കിംഗ് സോഡയുടെ ഒരു ഉപയോഗം. ഇതിനകത്ത് കണ്ടോ 100+ യൂസസ് ആണ്. കണ്ടോ, ഈ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് 100+ യൂസസ്. ഇതിൻ്റെ പുറകിൽ എന്തെല്ലാം ഉപയോഗങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ടോ. ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നത് പാത്രം കഴുകുന്നതിനും പിന്നെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് ഞാൻ ഈ ഒരു ബേക്കിംഗ് പൗഡറല്ല. കുക്കിങ്ങിന് വേറെ ചെറിയ കണ്ടെയ്നറിനകത്ത് കിട്ടുന്ന ബേക്കിംഗ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വല്ല കാലത്തും എന്തെങ്കിലും കാര്യത്തിന്. പക്ഷേ ഇത് ക്ലീനിങ്ങിനും പിന്നെ പാത്രം കഴുകുന്നതിനും നമ്മുടെ ലോണ്ട്രിക്കകത്തൊക്കെ ഇത് സ്വല്പം ഇട്ടാൽ നമ്മുടെ തുണികളൊക്കെ വെട്ടിത്തിളങ്ങും. നമ്മൾ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഗ്ലാസ്സിനകത്ത് രാവിലെ ഒരു സ്വല്പം ചൂടുവെള്ളത്തിൽ നമ്മുടെ വാ കഴുകാൻ നല്ലതാണ്. രാവിലെ നല്ല ക്ലീനാവും, നമ്മുടെ പല്ലൊക്കെ ക്ലീനാവും. ഒരു സ്വല്പം ഇട്ടിട്ട് സ്വല്പം വാം വാട്ടർ ഒഴിച്ചിട്ട് നമ്മളൊന്ന് വായൊന്ന് കഴുകി നോക്കിക്കേ. അതുപോലെ തന്നെ നമ്മൾ പേസ്റ്റിനകത്ത് സ്വല്പം ഒന്ന് ആഡ് ചെയ്താൽ നമ്മുടെ പല്ലൊക്കെ ഈ ഒരു നിറത്തിൽ കിട്ടും നമ്മുടെ പല്ലൊക്കെ. ഇത് രണ്ട് ഉപയോഗമാണ് ഞാനിവിടെ ചെയ്യുന്നത്. വേറൊന്നും ലോണ്ട്രി കഴുകുന്നതിനകത്ത് ഞാനിടാം. നമ്മൾ പെറ്റിൻ്റെ ഇതൊക്കെ കഴുകുന്നതിനകത്തൊക്കെ ഇടാമെന്നാണ് പറയുന്നത്. ഒരുപാട് യൂസസ് ഉണ്ട്, നമുക്കറിയാം. ഞാൻ ചെയ്യുന്ന 2-3 യൂസസാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്നത് 100+ യൂസസ് ആണ് എല്ലാത്തിനും. ഇത് നമ്മൾ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അത് പലരും പല രീതിയിലായിരിക്കും ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ രാവിലെ ഒരു ചെറിയൊരു കപ്പിനകത്ത് ബേക്കിംഗ് പൗഡർ ഇട്ട് ചെറിയ ചൂടുവെള്ളത്തിനകത്ത് നമ്മുടെ വായൊന്ന് നല്ലതുപോലെ കുലുക്കി ഒന്ന് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ വാ നല്ലതുപോലെ നാക്ക് വരെ ക്ലീൻ ആവും. നാക്ക് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നാക്കൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല അഴുക്കെല്ലാം പോയി കിട്ടും. അതുപോലെ തന്നെ പല്ല് തേക്കാനും നല്ലതാണ്. എല്ലാം നമ്മൾ വെള്ളത്തിനകത്ത് ഇങ്ങനെ കലക്കിയിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. നേരിട്ട് ഉപയോഗിക്കരുത്. ചെറിയ ചൂടുവെള്ളത്തിനകത്ത് ഉപയോഗിക്കുക. പിന്നെ ലോണ്ട്രി കഴുകുന്നതിനകത്ത് ഉപയോഗിക്കുക ഒക്കെ. ഞാനിപ്പോൾ ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഞാനിത് എൻ്റെ തീർന്നു പോയത് കൊണ്ടാണ് ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചത്. ഞാൻ പൊട്ടിച്ച് പിന്നെ ചെറിയ പാത്രത്തിനകത്ത് ഇട്ടിട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്.